നമസ്കാരം. 2026 ഏപ്രിൽ പകുതിയോടെ എത്തുന്ന വിഷു വെറുമൊരു പുതുവർഷ ആരംഭമല്ല, മറിച്ച് ഈ 9 നക്ഷത്ര ജാതകരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന മഹാഭാഗ്യത്തിൻ്റെ തുടക്കമാണ്. ദാരിദ്ര്യവും കടബാധ്യതകളും പടിയിറങ്ങുന്നു. ഇനി വരുന്നത് കോടീശ്വര യോഗത്തിൻ്റെ നാളുകൾ തന്നെയാണ്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. 2026 വിഷു ഈ 9 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ സർവൈശ്വര്യമാണ്. കടങ്ങളൊക്കെ മാറുന്നു. വലിയ നിലയിൽ ജീവിക്കാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു. കാലങ്ങളായി അവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഈ നക്ഷത്രജാതകർക്ക്, ഈ 9 നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ഇവർക്ക് മാത്രമല്ല, ഇവരുടെ വീട്ടിലുള്ളവർക്കും ഈ ഒരു ഭാഗ്യത്തിൻ്റെ, നേട്ടത്തിൻ്റെ അംശമാകാൻ സാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളിൽ ഒരാൾ ഭാഗ്യമുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ വീട്ടിലുള്ളവർക്കും ആ ഒരു ഭാഗ്യം കാണും. ചിലയിടത്ത് ചിലർ ചെന്നുപെട്ടാൽ ആ വീട്ടിൽ സൗഭാഗ്യ സമ്പന്നതയാണ്. ഞാനീ പറയുന്ന 9 നക്ഷത്ര ജാതകർക്ക് ഇനി മഹാഭാഗ്യമാണ്. അതിൽ ലോട്ടറി ഭാഗ്യമുണ്ട്, നല്ല ഒരു ജോലി കിട്ടാനുള്ള യോഗമുണ്ട്, വീട് വസ്തുവകകൾ വാങ്ങാനുള്ള യോഗമുണ്ട്, മക്കൾക്ക് വിദേശ വാസത്തിനുള്ള യോഗമുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകരുടെ മേൽ ഇനി വന്നു ചേരും. സർവൈശ്വര്യമാണ്. ജീവിതത്തിലെ എല്ലാ കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ ഈ 9 നക്ഷത്രജാതകർക്ക് കഴിയും. അങ്ങനെയുള്ള ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള 9 നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്ന് മാപിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെയൊക്കെയും ലൈക്ക് കാണുന്നുണ്ട്, നിങ്ങളെഴുതുന്ന കമൻറ്റ് കാണുന്നുണ്ട്, ഞാനത് എഴുതിയെടുക്കുന്നുണ്ട്, അത് പൂജയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള, ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ 9 നക്ഷത്ര ജാതകരെ ഓരോരുത്തരായി നമുക്കറിയാം. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താനലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയുമായ അമ്മ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പ്രത്യേക പൂജ ചെയ്യും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. വ്രതശുദ്ധിയോടെ ക്ഷേത്രദർശനം നടത്തണം ഈ വിഷുനാളിൽ. ഞാനീ പറയുന്ന 9 നക്ഷത്ര ജാതകരും തലേ ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതെ വിഷുവിൻ്റെ അന്ന് ക്ഷേത്രദർശനം നടത്തി അവിടെ ഒരു അർച്ചനയെങ്കിലും നടത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങും. സർവൈശ്വര്യത്തിൻ്റെ ഒരു വർഷക്കാലമായിരിക്കും. പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊട്ടാരത്തിൽ വലിയൊരു വീട് വെച്ച്, അല്ലെങ്കിൽ വലിയൊരു ജോലി മേടിച്ച്, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നല്ല നിലയിൽ എത്തിച്ചേർന്ന് ഒരു കുബേര യോഗത്തോടുകൂടി ജീവിക്കാൻ യോഗം വന്നു ചേരുന്ന ആദ്യത്തെ ആ 3 നക്ഷത്ര ജാതകർ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് മറ്റാരുമല്ല, മേടൻ രാശിക്കാർ തന്നെയാണ്. മേടൻ രാശിക്കാരുടെ നല്ല കാലം തെളിയുകയാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് തോന്നിപ്പോകും, എൻ്റെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന്. ഒരുപാട് യാതനകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് ഈ മേടൻ രാശിക്കാർ. ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നങ്ങളൊന്നുമല്ല, കാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങളാണ്. ജ്യോത്സ്യന്മാരെ പോയി കാണാറുണ്ട്. അവർ പറയുന്ന ഉപദേശപ്രകാരം ക്ഷേത്രദർശനം നടത്താറുണ്ട്. ആദ്യമൊക്കെ ഒരു മാറ്റം വരും, പിന്നീട് എല്ലാം തദൈവ. അങ്ങനെ കാലങ്ങളായി ബുദ്ധിമുട്ടുന്ന ഇവർക്ക്, ഈ മേടൻ രാശിക്കാർക്ക്
ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കാലം തന്നെയായിരിക്കും ഇനി. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. നിങ്ങൾ എവിടെ പോയി അന്വേഷിച്ചോളൂ. മേടൻ രാശിക്കാർക്ക് ഇനി സുവർണ കാലഘട്ടമാണ്. ഞാൻ പറയും ഇതിന് കോടീശ്വര യോഗമെന്ന്. കാരണം ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നല്ല നാളുകളിലേക്കാണ് ഇവർ എത്തുന്നത്. മേടൻ രാശിക്കാർക്ക് ഈ വരുന്ന ഏതാനും ദിനങ്ങൾക്കകം ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കും. 7-2 ശനിയുടെ കാലഘട്ടമാണ്. പ്രശ്നങ്ങളുണ്ട്, രോഗപീഠകളുണ്ടാവാം, മനക്ലേശങ്ങളുണ്ടാവാം. പക്ഷേ ഇതൊക്കെ മാറ്റി നിർത്തിയേക്കൂ. നിങ്ങൾക്കിനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. കാരണം മറ്റൊന്നുമല്ല, നിലവിലിപ്പോൾ ശുക്രൻ 12ാം ഭാവത്തിലാണ്. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ നിങ്ങൾക്ക് വലിയ വലിയ ഗുണാനുഭവങ്ങൾ നൽകും. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഏതായാലും വിഷു മുതൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും എത്താൻ യോഗം വന്നു ചേരുന്നു മേടരാശിക്കാരക്കായ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും. വർഷങ്ങളായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് പണി മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കും. ലോണൊക്കെ പെട്ടെന്ന് കിട്ടും, ചിട്ടിയടിക്കും, ധനം പല വഴിയിലൂടെ വന്നു ചേരും, ലോട്ടറി ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ വീട് വെച്ച് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആഗ്രഹിച്ച ബ്രാൻഡിലുള്ള ഒരു പുതിയ വാഹനം ഈ വർഷം നിങ്ങളുടെ വീട്ടുമുറ്റത്തെത്തും. വിദേശയാത്ര, വിദേശത്ത് പോകാൻ സാധിക്കും, അവിടെ നല്ല നിലയിൽ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. വലിയ വലിയ കമ്പനികളിൽ നിന്ന് ഓഫർ ലെറ്ററുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ രക്ഷപ്പെടും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. അടുത്തത് രോഹിണിയും മകയിരവും പുണർദവും. ഇവർക്കും ഭാഗ്യമാണ്. സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരും. കുടുംബസ്വത്ത് ലഭിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു വസ്തു വാങ്ങി വീട് പണി തുടങ്ങാനോ ഉള്ള യോഗം കാണുന്നു. വടക്ക് ദർശനമുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം നൽകുന്നതാണ്. വടക്ക് ദർശനമുള്ള വസ്തുക്കൾ അത് നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം നൽകും. അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്കായി വലിയ വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ്. കുടുംബത്തോടൊപ്പം വിദേശ രാജ്യത്ത് പോകാൻ അനുകൂലമായ സമയമാണ്. അതുപോലെ വിദേശത്ത് നിൽക്കുന്ന കാനഡയിലും ഓസ്ട്രേലിയയിലും അതുപോലെ UK ഒക്കെ നിൽക്കുന്നവർക്ക് അവിടെ PR നടപടികൾ വലിയ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. ടൂറിസ്റ്റ് വിസയിൽ വിദേശയാത്ര നടത്താനും ഒക്കെ സാധ്യതയുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക്. അപ്പോൾ രോഹിണിക്കും മകയിരത്തിനും പുണർദത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. അടുത്തത് ഉത്രവും ചിത്തിരയും ഉത്രാടവുമാണ്. ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് തന്നെയായിരിക്കും. ഇവർക്ക് രാജയോഗത്തിൻ്റെ തുല്യമായ ഫലങ്ങളാണ് പ്രവചിക്കപ്പെടുന്നത്. വീട് പണി പൂർത്തീകരിക്കാൻ സാധിക്കും. വലിയൊരു ബംഗ്ലാവോ അല്ലെങ്കിൽ വലിയൊരു ഫ്ലാറ്റോ ഒക്കെ വാങ്ങുവാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നുള്ള വരുമാനം നിങ്ങളെ സഹായിക്കും, നിങ്ങൾ രക്ഷപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വാഹനം വാങ്ങാനുള്ള യോഗമൊക്കെ വന്നു ചേരും. കറുപ്പോ വെളുപ്പോ നിറത്തിലുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുതരും, ഉറപ്പാണ് കാര്യം. അതുപോലെ വിദേശയാത്രയ്ക്കുള്ള യോഗം കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ഇവർക്ക് കഴിയും. കടൽ കടന്നുള്ള വ്യാപാരങ്ങളിൽ നിന്ന് വലിയ ലാഭം നിങ്ങൾക്ക് ലഭിക്കും. ഭാഗ്യം പടിവാതിക്കൽ എത്തുമ്പോൾ അത് നിലനിർത്താൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ 9 നക്ഷത്ര ജാതകരും വിഷുദിനത്തിൽ പുലർച്ചെ കണി കണ്ടു കഴിഞ്ഞാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഒരു അർച്ചന നടത്തുക. സാമ്പത്തിക അഭിവൃദ്ധിക്കായി മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണവും വെള്ളവും നൽകുന്നതും നിങ്ങളുടെ ഭാഗ്യത്തെ ഇരട്ടിയാക്കും. കടബാധ്യതകൾ തീർക്കാൻ കിട്ടുന്ന പണം കൃത്യമായി വിനിയോഗിക്കുക. ആഡംബരത്തിന് വേണ്ടി പണം ദൂർത്തടിക്കാതെ വീട്, വാഹനം തുടങ്ങിയ സമ്പാദ്യങ്ങളിലേക്ക് മാറ്റിവെക്കുക. 2026 ഈ വിഷു സംക്രമം നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവാകട്ടെ. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നക്ഷത്രഫലങ്ങൾക്കൊപ്പം നിങ്ങളുടെ കഠിനാധ്വാനം കൂടി ചേരുമ്പോഴേ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യൂ. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വിഷുക്കാലം ആശംസിക്കുന്നു. നല്ലതേ സംഭവിക്കുകയുള്ളൂ. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക.